ഞാനിങ്ങനെ ആലോചിച്ചാണ് നമ്മളെ കേരളത്തിന്റെ ഒരു നിയമത്തിന്റെ ഒരു മഹിമയെ കുറിച്ചിട്ട്. നമ്മളെ കേരളത്തിന്റെ നിയമത്തെ പോലത്തെ ഒരു നിയമത്തെ നമുക്ക് ഈ ദുനിയാവിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അത്രത്തോളം നല്ലൊരു വെള്ളി വെളിച്ചത്തിന് നിലാവുദിക്കുന്ന ഒരു നിയമമാണ് നമ്മളെ കേരളത്തിലെ നിയമം. കാണില്ല ഞങ്ങള് കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ കിടന്നുറങ്ങുന്ന ഒരു പെൺകുട്ടിനെ കയറി പേയ്ക്കാണ്ട് പീഡിപ്പിച്ച ഒരുത്തനാണ് മധുരയിൽ നിന്നും പിടിച്ചിട്ട് കൈക്കോട്ടത്തെ സ്റ്റേഷനിൽ എത്തിച്ചത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ അവനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? തലയിൽ മുഖമുട്ടിട്ട് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം ഇന്ത്യക്ക് മെഡൽ വാങ്ങിയിട്ട് വരുന്ന ഒരു സ്വർഗീയമായിട്ടുള്ള ഒരുത്തനാണ്. അല്ല എന്നുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരുത്തനാണ്. കാരണം അങ്ങനെയാണ് ഇവരെ ഓരോ കാട്ടിക്കുട്ടയിലൂടെ കണ്ടിട്ട്. കാരണം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്താലേ ഇവർക്ക് നാളെ പിറ്റേന്ന് ഇതേമാതിരി വേറെ പെണ്ണിനെ പോയി പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യും. ഇതാണ് ഇവരെ വിചാരം. അത് കാരണം കൊണ്ടായിരിക്കണം ഇവര് തലയിൽ മുഖമുടിയിട്ട് കാണ്ട് എന്ത് ചെയ്യണത്? ഓനെ കൊണ്ടുപോകണേ. എന്തിനാണ് ഇവനെ പോലെയുള്ള നേറികെട്ടന്മാരെ തലയിലേക്ക് മുഖമുടിയിട്ട് കാണ്ട് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഈ നിയമം തന്നെയാണ് ഇവനെ പോലെയുള്ള ലക്ഷണം കെട്ടന്മാരെ വളർത്തുന്നതും പെറ്റി പെരുത്തുന്നതും. ഈ നിയമം തന്നെയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ നിയമവും കോടതിയൊന്നും വേണ്ടാത്തതാണ് ഒരു കണക്കിന് നല്ലത്. അപ്പൊ ഇവനെ പോലെയുള്ള ആൾക്കാരെ നാട്ടുകാരാണ് കയറി കാണാൻ കൈകാര്യം ചെയ്യുമ്പോൾ കുറെയൊക്കെ എന്ത് ചെയ്യും? അതങ്ങോട്ട് അവസാനിച്ചോളും. കാരണം ഈ നിയമം ഇവിടെ ഉള്ളത് കാരണം കൊണ്ടാണ് ഇവനെ പോലെയുള്ള ചെത്തലകളെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവരെ വളർത്തുന്നത് ഇവിടുത്തെ നിയമം തന്നെയാണ്. ഇവനെ പോലെയുള്ള ആൾക്കാർ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് അറിയോ? ഇവനൊക്കെ സാമാനം ഉണ്ടല്ലോ, ആ സാമാനത്തെ ആസിഡ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ജീവിതകാലത്ത് ഒരിക്കലും ഒരു ഉപകാരം ഇല്ലാത്ത കോലത്തിലാണ് ആക്കി കൊടുക്കണം. പോരാത്തിന് കൊല്ലരുത്. കൊല്ലാതെ മൂലക്കിട്ട് ചവിട്ടി പരത്തി കയ്യും കാലും മുറിച്ച് മൂലക്കെല്ലാം അങ്ങോട്ട് ആക്കിയിടണം. ഒരിക്കലും എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു വിധത്തിലാണ് ആക്കി കൊടുക്കണം. അപ്പൊ പഠിച്ചോളും. പക്ഷെ അതൊരിക്കലും നമ്മുടെ നിയമം ഇവിടെ ചെയ്യില്ല. കാരണം നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഇവനെ പോലെയുള്ള ആൾക്കാരെന്ത് ചെയ്യും? ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കും. അഥവാ കുറ്റവാളികളെ സംരക്ഷിക്കും, നിരപരാധികളെ ശിക്ഷിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിയമം കോടതി ഒരു തേങ്ങാക്കൊലി ഒരു കോപ്പും ഇവിടെ വേണ്ട. ജനങ്ങളായിക്കോട്ടെ നിയമം കോടതിയൊക്കെ. അതാവുമ്പോഴാണ് ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് ശിക്ഷകൾ ഇവിടെ കിട്ടുള്ളൂ. അല്ലാത്ത ഇവിടുത്തെ ഒറിജിനൽ നിയമം കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കില്ല. നിയമം കോടതിയൊക്കെ വേണം, ഉപകാരം ഉണ്ടാവണം. ഇതൊരു ഉപകാരമില്ലാത്ത നിയമം കോടതി ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഇവിടെ? അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇതിന് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഇവിടെ സൗദിയിലൊക്കെ ആയി നോക്കണം. പിന്നെ ഓന്റെ ഹോട്ടലിൽ ഇവിടെ തല ഉണ്ടാവില്ല. പിറ്റേ ദിവസം ഓന്റെ തല അങ്ങോട്ട് പോകും. ഇതാണ് ഇവിടുത്തെ നിയമം. നമ്മുടെ നാട്ടിലെ നിയമം ഇവരെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ വെക്കേണ്ട ചെയ്തോളിങ്ങൾ നമ്മളിവിടെ വെറുതെ വിടും. നമ്മളിവിടെ ഉണ്ടല്ലോ നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ തീറ്റിപ്പൊറ്റി വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കിടന്നത്. പാവപ്പെട്ട ആൾക്കാരെ ശിക്ഷിക്കാനും നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ രക്ഷിക്കാനും. ഇതാണ് തോലിഞ്ഞ നിയമം.